ഹലോ! അപ്പൊ എങ്ങനെ പരിപാടി തുടങ്ങിയല്ലേ? കാണുമ്പോൾ മനസ്സിലായില്ല ഇതാണ് ഇന്നത്തെ യുദ്ധം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു വിധത്തിൽ ഒരു ക്യാമറയൊക്കെ എടുത്ത് വെച്ച് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് നിന്ന് ആ ക്യാമറയെ മാടി വിളിക്കുകയാണ്. ചാടി ചാടി പിടിച്ചതും പോരാ, ഇനി ഓടി മാറിയിട്ട് അതിനും പൊസിഷനും മാറി. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ ഇങ്ങ തന്നെ താഴോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പരാതിയും പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണൊക്കെ അടപ്പിച്ചിട്ട് വീണ്ടും ക്യാമറ എൻ്റെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി അവിടെ വെച്ചാ പരിപാടി നടക്കത്തില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ അവിടുന്ന് എടുത്ത് അടുത്തടുത്ത് വെച്ചു. എന്നിട്ടും കാര്യമൊന്നുമില്ല. അവിടെയും വന്ന് എത്തി നോക്കിയിട്ട് അതിനെ മാടി വിളിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയോ സെറ്റ് ചെയ്ത് വെക്കുന്ന പാടെ എനിക്കറിയാം. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആദ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതിനുശേഷം ചിക്കനും കട്ട് ചെയ്യണം. ഫുൾ കോഴി അല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ കട്ട് ചെയ്യാനൊന്നുമില്ല. ചിക്കൻ്റെ മെസ് കട്ടാണ് എടുത്തിട്ടുള്ളത്, തൈ ഭാഗം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചായിട്ട് ഫ്രൈഡ് റൈസിന് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനും എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എന്തായാലും മാരിനേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് വെക്കാം. ഫ്രൈഡ് റൈസിനുള്ള റൈസ് നേരത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇപ്പം തന്നെയാണ് റൈസും കൂടി വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തും കൂടി എടുക്കാം. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്ര ഉടായിപ്പ് രീതിയിലൊക്കെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. എന്നാലും ഒരു ഉടായിപ്പ് രീതിയിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വെക്കാൻ പറ്റും. അടുത്തത് പച്ചക്കറി അരിയുന്നതാണെന്നുണ്ടെങ്കിലും അതീന്ന് വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫോക്കസ് കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ പനിനീര് തെളിയാനേ, ഇവിടെ പനിനീര് തെളിയാനേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറയോട് പറയുന്നുണ്ട്. എന്നെയല്ല ഇതിനെയാണ് ഇതിനെയാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉടായിപ്പ് ഇവിടെ തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ ചില്ലി ചിക്കൻ വെക്കുമ്പോൾ ക്യാപ്സിക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമല്ലോ. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാൻ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അതൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ച റൈസൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യണ്ടല്ലോ. ഒരു 90% ഒക്കെ ആയാൽ മതി. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റൈസിലിടാനുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. വലിയ പാത്രം എടുത്താൽ പാത്രത്തിൻ്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ പാത്രം ഞാൻ റൈസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ആ ചെറിയ പീസസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. ഇങ്ങനെയുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിലോ മറ്റ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞൂന്നേ ഉള്ളൂ. പിന്നെ ഈ വലിയ പാത്രം എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറാതെ ഒറ്റ പാത്രത്തിൽ തന്നെ റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനത് ആ സൈഡിലേക്ക് കൊണ്ടുപോയി ഒരു നെറ്റിൽ ഒഴിച്ച് ഊറ്റാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ ഒന്നും അതിങ്ങനെ ടേൺ ചെയ്തൊന്നും ഇടണ്ട. ഞാനത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആയി വരുമ്പോൾ മാത്രമേ തിരിച്ചിടുകയുള്ളൂ. പാത്രത്തിലൊന്നും ഒട്ടുകയൊന്നുമില്ല. കാരണം നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും നല്ലൊരു വലിയ പാത്രം വേറെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഒറ്റ പാത്രത്തിൽ തന്നെ ചെയ്തേനെ. പക്ഷേ റൈസ് വെക്കാനും കൂടി ഉള്ളതുകൊണ്ട് ആ പാത്രം മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ഫ്രൈയിങ് പാൻ എടുത്തു. ഇനി അതിൽ ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ റൈസിന് വേണ്ടിയിട്ടും ചില്ലി ചിക്കന് വേണ്ടിയിട്ടുമുള്ള ചിക്കൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. റൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, കുറച്ച് ഗാർലിക് പൗഡർ ഇത് ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ളതിലാണെങ്കിലും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗാർലിക് പൗഡർ പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ മാരിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സമയമായപ്പോഴേക്കും ചെറിയ പീസ് ചിക്കനൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കുറച്ച് മിക്സഡ് വെജിറ്റബിളും നമുക്ക് ഒന്നുകിൽ ക്യാരറ്റും അങ്ങനത്തെയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ മിക്സഡ് ഫ്രോസൺ വെജിറ്റബിൾ ഒന്ന് വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ആ ഫ്രോസൺ വെജിറ്റബിളൊക്കെ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വാഷ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അടുത്ത പരിപാടി എന്ന് പറയുന്നത് വലിയ പീസ് ചിക്കൻ ഈ ഒരു സമയം കൊണ്ട് ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഫ്രോസൺ വെജിറ്റബിളും ഏകദേശം കുക്കാവും. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഉണ്ടാവില്ല. ആ എണ്ണയിലേക്ക് നമ്മളൊരു 3 മുട്ട അത് നിങ്ങൾക്ക് എത്ര മുട്ടയാണോ വേണ്ടത് അത്രയും മുട്ട തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതും ഒന്ന് കുക്കായി വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് കൊത്തി കൊത്തി ഇങ്ങനെ എടുക്കുക. കൊത്തി കൊത്തിയല്ല ചിക്കി ചിക്കി എടുക്കുക. അപ്പോൾ അവിടെ കല്യാണം ഇവിടെ പാല് കാച്ചെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചിക്കൻ നമുക്ക് എടുക്കാറായിട്ടുണ്ട്. അപ്പം അപ്പോഴാണ് ആലോചിച്ചത് അത് വെക്കാനായിട്ട് പേപ്പറില്ല. ഞാൻ പേപ്പർ എടുക്കാനായിട്ട് ഓടിയിട്ടുണ്ട്. ഓടി പേപ്പറുമായിട്ട് വന്നു. അതിനെ എടുത്ത് മാറ്റി. ഇനി അതിലേക്ക് അടുത്ത സെറ്റ് ചിക്കൻ ഇടണം. ഈ റെഡിയായി ഇരിക്കുന്ന സാധനത്തിലേക്ക് നമുക്ക് റൈസും ഇടണം. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. പെട്ടെന്ന് തീരും. പിന്നെ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പിടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസും കൂടി വേണമെങ്കിൽ ഈ റൈസ് ഇടുന്നതിന് മുമ്പായിട്ട് ഒഴിക്കാം. ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഞാനത് ഒഴിച്ചില്ല. അങ്ങനെ റൈസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത് അടച്ച് വെക്കാം. അടുത്തതെന്ന് പറയുന്നത് ബാക്കി സെറ്റ് ചിക്കനും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ അതും കൂടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്തൊരു പാത്രം വെക്കാം. ഇനി വെറുതെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ചില്ലി ചിക്കൻ വെക്കുന്നതിന് മുമ്പായിട്ട് അതിലിടാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ പരിപാടി തുടങ്ങാവുള്ളൂ. കാരണം പടപടേന്ന് ഇട്ടിട്ട് ചെയ്യേണ്ടതാണ്. തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പാത്രം എടുത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഈ ചിക്കനും കൂടി എടുത്ത് സൈഡാക്കിയതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്.
അപ്പോൾ എന്തായാലും ഞാൻ അതിനൊന്നും നിന്നില്ല. പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ സൈഡിൽ എടുത്ത് മാറുന്ന സമയം കൊണ്ട് ഇവിടെ പാത്രം ചൂടായി കിട്ടും. അപ്പോൾ ഈ സെയിം ഓയിൽ ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കും. ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ആ സവാള നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു 5 ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ പച്ചമുളക് 5 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സോസും ടൊമാറ്റോ സോസും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിക്കും. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളയ്ക്കുന്ന സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിന് മുമ്പ് റെഡിയാക്കി വെക്കേണ്ട ഒരു കാര്യവും കൂടി പറഞ്ഞുതരാം. കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിലും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇത് ഇത്രയും ഇങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുത്താൽ കറി നന്നായിട്ട് ഇങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി മാറി വരും. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും തിക്കാവണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ എടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിയും ഒക്കെ ഒന്നും കൂടി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലും എളുപ്പത്തിലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരിക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം.